അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതായിരുന്നു അല്ലേ, ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെന്റ്. എന്താണ് എക്സ്പെരിമെന്റ് പ്രൂവ് ചെയ്ത്? ഒരു ഗ്ലാസ് ട്യൂബിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫെദറും ഒരു കോയിനും ഒരുമിച്ച് താഴത്തേക്ക് ഇട്ടു, പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ. അങ്ങനെയാണെങ്കിൽ ആദ്യം കോയിൻ താഴെത്തും, ഫെദർ മെല്ലെ ആടി ആടി താഴെത്തുള്ളൂ അല്ലേ? അതിന് കാരണം എന്താ? അവിടെ എയർ ഉള്ളതുകൊണ്ടാണ് അല്ലേ? എയർ ഉള്ളതുകൊണ്ട് ഈ ഫെദർ അതിൻ്റെ മെല്ലെ ആടി ആടി വരും. എന്നാൽ അതിൻ്റെ ഉള്ള എയർ നമ്മൾ ഒഴിവാക്കി അല്ലേ? ന്യൂട്ടൺ ഉപയോഗിച്ച അടിയിൽ ഇതേപോലെ ഒരു വാൾവൊക്കെ വെച്ചിട്ട് ഉള്ളത്തെ എയർ പുറത്തേക്ക് സക്ക് ചെയ്ത് വലിച്ചെടുത്ത് ഒഴിവാക്കുക ചെയ്ത്. ഓക്കെ, അങ്ങനെ ഇവാക്യുവേറ്റ് ചെയ്ത്. ഇവാക്യുവേറ്റഡ് ട്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൽ എയർ ഒന്നും ഇല്ലാത്തൊരു ട്യൂബ്. ഈ എയർ ഒന്നും ഇല്ലാത്ത ട്യൂബിൽ നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്തു. ഈ കോയിനും ഫെദറും ഒരുമിച്ച് താഴത്തേക്ക് ഇട്ടു അല്ലേ? അന്നേരം നമുക്ക് കാണാൻ പറ്റിയ എന്താണ്? കോയിനും ഫെദറും ഒരുമിച്ചാണ് താഴെത്തുന്നത് ആണല്ലോ. അപ്പൊ ന്യൂട്ടൺ പണ്ട് പറഞ്ഞ ഓക്കെ അല്ലേ? ന്യൂട്ടൺ എന്തായിരുന്നു പറഞ്ഞത്? താഴത്തേക്ക് എർത്തിന് ചുറ്റും ഒരേ ഹൈറ്റിൽ നിന്ന് ഏത് ഒബ്ജക്റ്റും ഒരുമിച്ച് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും താഴെത്തുക. ഇതിപ്പം എയറൊക്കെ ഒഴിവാക്കിയിട്ട്, എയർ ഒന്നും ഇല്ലാത്തൊരു വലിയ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന് ഫുൾ എയർ, നമ്മൾ ലാസ്റ്റ് ക്ലാസ് വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? ഓർക്കുന്നില്ലേ? വലിയൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ആനനെയും ഒരു ഉറുമ്പിനെയും ഒരുപാട് ഹൈറ്റിൽ നിന്ന് എന്ത് ചെയ്യുക, താഴത്തേക്ക് ഇടാം. ഒരു ആനനെയും ഒരു ഉറുമ്പിനെയും എന്ത് ചെയ്യുക, ഒരു വലിയ ബിൽഡിങ്ങിന്റെ മുകളിൽ താഴത്തേക്ക് ഇടാം. എന്താ സംഭവിക്കുക? ഒന്ന് പറഞ്ഞു നോക്കടോ. ആരെങ്കിലും ഉണ്ടോ? എല്ലാരും വീഡിയോ ഓണാക്ക്. വീഡിയോ ഓണാക്കിയേ. വീഡിയോ ഓണാക്ക്. ഹന്നത്ത് ഓണാക്കി. വേറെ ആരും ഓണാക്കിയില്ലല്ലോ. യുംന, അലൻ, എല്ലാരും ഓണാക്കിക്കേ. മക്കളെ വീഡിയോ ഓണാക്ക്. പറഞ്ഞ കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പോ ചോദിക്കുന്നതിന് മറുപടി പറയണേ. ഒരു ആനനെയും ഉറുമ്പിനെയും ഉള്ളിൽ എയർ ഒന്നും ഇല്ലാതെ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടാൽ എന്താ സംഭവിക്കുക? ആരാണ് ആദ്യത്തെ? ആനാണോ? ഉറുമ്പ്. എയർ കംപ്ലീറ്റ് ഒഴിവാക്കി, ഉള്ളിൽ എയർ തീരെ ഇല്ല, ഒരു എയറും ഇല്ല. അങ്ങനെയാണെങ്കിൽ ആരാദ്യത്തെ? രണ്ടുപേരും ഒരുമിച്ചെത്തും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ? രണ്ടുപേരും ഒരുമിച്ചെത്തും. കാരണം എന്താ? അവിടെ എയർ ഒന്നും ഇല്ല. അതിന് കാരണം എന്താണ്? ആന ആയാലും ഉറുമ്പായാലും താഴത്തേക്ക് വെക്കുമ്പോൾ അവരെ ആക്സിലറേഷൻ എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആന ആണെങ്കിലും ഉറുമ്പാണെങ്കിലും അവരെ ആക്സിലറേഷൻ എത്രയായിരുന്നു? G ആണ്. 9.8 എന്ന് പറഞ്ഞ ഒരു ആക്സിലറേഷനിലായിരിക്കും എല്ലാവരും താഴത്തേക്ക് വരിക. 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതുകൊണ്ട് ആനയും ഉറുമ്പും ഒരുമിച്ചായിരിക്കും താഴെത്തുക, എയർ ഇല്ലെങ്കിൽ. ഓക്കെ, തന്നെ പറഞ്ഞു വെച്ചിട്ട് ഇതൊന്നും ക്ലിയർ ആവണില്ലേ? അതാണ് പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി. ലാസ്റ്റ് ക്ലാസ്സിൽ വീഡിയോ വരെ കണ്ട് മനസ്സിലായി എന്ന് പറഞ്ഞു പോയ ആൾക്കാരാ. ഓക്കെ, ഇനി അടുത്ത ഭാഗമാണ് മാസും വെയിറ്റും. കേട്ടണല്ലോ? മാസും വെയിറ്റും കേട്ട ആൾക്കാരാണ് നിങ്ങൾ അല്ലേ? രണ്ടാളും ഒന്നാണോ? ഫസ്റ്റ് ചോദ്യം, രണ്ടാളും ഒന്നാണോ? റിപ്ലൈ ഇല്ല. സ്ഥിരം പരിപാടി അല്ലേ? മാസും വെയിറ്റും ഒന്നാണ് എന്നാണ് അല്ലെ? ശരി, അങ്ങനെ ആയിരിക്കും. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് മാസും വെയിറ്റും ഒന്നാണ്. അപ്പോ അത് നിങ്ങൾ ഇത്രയും കാലം പഠിച്ചത് അങ്ങനെയാണ്. കാരണം രണ്ടും ഒരേപോലെയുള്ളതാണ് നമ്മൾ അളക്കാറൊക്കെ. പക്ഷെ എന്നാൽ തിരിച്ചറിഞ്ഞോളൂ, മാസും വെയിറ്റും ഒന്നല്ല, രണ്ടും വേറെ വേറെ ആണ്. മാസ് വേറാണ്, വെയിറ്റ് വേറെയാണ്. രണ്ടാളും ഒരേ ആളല്ല, രണ്ടും വ്യത്യസ്തമായ സംഭവങ്ങളാണ്.
മാസ് എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ കെമിസ്ട്രിയിലോ ബേസിക് സയൻസിലോ മുമ്പ് പഠിച്ചിട്ടുണ്ട്. 5ലോ 6ലോ 7ലൊക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട്, എവിടെയോ പഠിച്ചിട്ടുണ്ട്. മാസിന് ഇങ്ങനെ ഒരു ഡെഫിനേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഒരു ഡെഫിനേഷൻ ഉണ്ട്, ഇതാ പഠിച്ചിട്ടില്ലേ? മാസ് ഓഫ് എ ബോഡി ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ഇറ്റ്. കേട്ടില്ലേ? ഇങ്ങനെ ഒരു വേർഡ് ഉണ്ട്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? അതില് എത്രത്തോളം മാറ്റർ അടങ്ങിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു ഗ്ലാസ് ഞാൻ എടുത്തു, ഒരു ഗ്ലാസ്, അതിൽ കുറെ വെള്ളമുണ്ട്. ഓക്കെ, ആ വെള്ളത്തിൽ എന്തുണ്ടാവും? കുറെ മോളിക്യൂൾസ് ഉണ്ടാവും. അറിയാലോ, ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും. പഠിച്ചില്ലേ? ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ? വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും, ആണല്ലോ. അങ്ങനെ ഈ കേസിൽ ആ വാട്ടറിന്റെ മാസ് എന്താന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഉള്ളില് ഉള്ള എത്രത്തോളം മോളിക്യൂൾസ് ഉണ്ടോ, ഉള്ളില് എത്രത്തോളം മോളിക്യൂൾസ്, അതിനൊക്കെയാണ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പൊ എത്രത്തോളം മാറ്റർ ഉണ്ടോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? മാസ് എന്ന് വിളിക്കുക. അപ്പൊ സിമ്പിൾ ആണ്. മാസ് എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിൾ ആയിട്ട് എത്രത്തോളം മാറ്റർ, മലയാളത്തിലാണെങ്കിൽ ദ്രവ്യം, എത്രത്തോളം ദ്രവ്യം അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ അളവ് മാത്രമാണ് മാസ്. എന്നാൽ നമ്മൾ വെയിറ്റ് എന്ന് പറയുന്ന ആള്, നമ്മൾ സാധാരണ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന വെയിറ്റ് എന്ന് പറഞ്ഞ ആള് ഒരു വ്യത്യാസമുണ്ട്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? അത് എമൗണ്ട് ഓഫ് മാറ്റർ അല്ല, അത് മറ്റൊരാളാണ്. അത് ഒരു ഫോഴ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് പഠിച്ചോളൂ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് എന്ന് പറഞ്ഞാൽ അതിലുള്ള മാറ്ററിന്റെ എമൗണ്ട് മാത്രമാണ്. എന്നാൽ വെയിറ്റ് എന്താണ് അറിയോ? ഒരു ഫോഴ്സ് ആണ്. ആദ്യം പഠിച്ചോളൂ. വെയിറ്റ് ഈക്വൽ ടു, വെയിറ്റ് എന്താണ്? ഒരു ഫോഴ്സ് ആണ്. ഓക്കെ, അത് എന്ത് ഫോഴ്സ് ആന്ന് ചോദിച്ചാൽ അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവും. എന്ത് ഫോഴ്സാ? പല ടൈപ്പ് ഫോഴ്സ് നമ്മൾ പഠിച്ചില്ലേ? ഒരു ഒബ്ജക്റ്റ് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഞാൻ വെച്ച്, ആ ഒബ്ജക്റ്റിനെ ഭൂമി താഴത്തേക്ക് പിടിച്ച് വലിക്കൂലേ? നിങ്ങൾക്കറിയാലോ അല്ലെ? നിങ്ങൾക്കറിയാം, എവിടെ ഒരു വസ്തു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഭൂമി അതിനെ താഴത്തേക്ക് പിടിച്ച് വലിക്കല്ലോ. യെസ് ഓർ നോ? അറിയാലേ? ഏത് ഒബ്ജക്റ്റും ഭൂമി താഴത്തേക്ക് പിടിച്ചു വലിക്കും. അപ്പോ ഈ ഒബ്ജക്റ്റിനെ ഭൂമി താഴത്തേക്ക് പിടിച്ചു വലിക്കുന്നുണ്ടല്ലോ. ആ താഴത്തേക്ക് പിടിച്ചു വലിക്കുന്ന ഫോഴ്സ് എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാ. അപ്പൊ ആ ഫോഴ്സ് ആണ് ശരിക്കും എന്താ അറിയോ? വെയിറ്റ്. അപ്പൊ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ ഭൂമി താഴത്തേക്ക് പിടിച്ചു വലിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇല്ലേ, ആ ഫോഴ്സിന്റെ കണക്കിനാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയാം. കാര്യം ക്ലിയർ ആയോ? ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യും? ഭൂമി താഴത്തേക്ക് പിടിച്ചു വലിക്കും അല്ലെ? ഏതൊരു ഒബ്ജക്റ്റിനെയും ഭൂമി താഴത്തേക്ക് വലിക്കും. അതിനാണ് നമ്മൾ ഗ്രാവിറ്റേഷൻ അല്ലെ? ഗ്രാവിറ്റേഷൻ എന്ന് പറയാം. അപ്പൊ ഭൂമി എത്ര ഫോഴ്സോട് കൂടിയാണോ താഴത്തേക്ക് വലിക്കുന്നത്, അതിന് നമ്മൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയും അല്ലെ? ആ ഫോഴ്സിന്റെ താഴത്തേക്കുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വേറൊരു പേരാണ് വെയിറ്റ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന് താഴത്തേക്ക് അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. എന്നാൽ മാസ് പറഞ്ഞാൽ ഒരു ഫോഴ്സ് അല്ല. മാസ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം എമൗണ്ട് ഓഫ് മാറ്റർ അതിലുണ്ട് എന്നുള്ളതിന്റെ ഒരു കണക്ക് മാത്രമാണ്. അതായത് ഒരു പെട്ടിയിൽ 10 മാങ്ങാന്ന് ഉദ്ദേശിക്കുന്നത് അല്ലെ? അപ്പൊ 10 എന്നുള്ള എണ്ണത്തിനാണ് മാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എമൗണ്ട് ഓഫ് മാറ്റർ. എന്നാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ 10 മാങ്ങനെയും എത്ര ഫോഴ്സോട് കൂടിയാണോ ഭൂമി താഴത്തോട്ട് പിടിച്ചു വലിക്കുന്നത്, ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ പേരാണ് വെയിറ്റ്. കാര്യം ക്ലിയർ ആയോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുക, എക്സാമ്പിൾ റിപ്പീറ്റ് ചെയ്യുക, മനസ്സിലാക്കിക്കോളൂ. ഒരു പെട്ടിയിൽ 10 മാങ്ങ ഉണ്ട്. ഓക്കെ, 10 മാങ്ങ ഉണ്ട്. അപ്പൊ മാസ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ ഉദ്ദേശിക്കുന്നത് അറിയാം? ആ 10 മാങ്ങ എന്ത് ചെയ്യുന്നുണ്ട്?
അല്ലെ ഒരു 10 മാങ്ങൻ്റെ ഉള്ള ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ, മാറ്റർ ഉണ്ട്. ആ മാറ്ററിന്റെ ടോട്ടൽ എമൗണ്ട് ആണ് എന്ത്, അതിന്റെ മാസ്. എന്നാൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആ 10 മാങ്ങനും താഴത്തേക്ക് ഭൂമി പിടിച്ചു വലിക്കുന്നുണ്ട് ഉണ്ടല്ലോ, ആ താഴത്തേക്ക് ഭൂമി പിടിച്ചു വലിക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ പേരാണ് വെയിറ്റ്. അതുകൊണ്ട് മനസ്സിലാക്കുക, മാസ് എന്ന് പറഞ്ഞാൽ വേറെ സാധനം, വെയിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സാധനമാണ്. മാസിന്റെ യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മാസിന്റെ യൂണിറ്റ് ഏതാ? SI യൂണിറ്റ് ഏതാ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞല്ലോ, കിലോഗ്രാം. മാസിന്റെ SI യൂണിറ്റ് കിലോഗ്രാം. വെയിറ്റിൻ്റെത് കിലോഗ്രാം ആയിട്ടാണ് നിങ്ങൾ പറയാം അല്ലെ. 5 കിലോ മാങ്ങ അല്ലെ 2 കിലോ പഞ്ചസാര അല്ലെ, തെറ്റാണ്. കിലോഗ്രാം അല്ല വെയിറ്റിൻ്റെത് കേട്ടോ. വെയിറ്റിന്റെ കിലോഗ്രാം അല്ല. നമ്മുടെ ഡെയിലി ലൈഫിൽ വെയിറ്റ് കിലോഗ്രാമിലാ പറയല്, അത് തെറ്റാട്ടോ. അങ്ങനല്ല ശരിക്കും. അതിന്റെ യൂണിറ്റ് മറ്റൊരാളാണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, ഒരു ഫോഴ്സ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? മക്കളെ ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ഫോഴ്സ് എന്ത് യൂണിറ്റ് നമ്മൾ പറയല്? ഒരു സയന്റിസ്റ്റിന്റെ പേരാ. ന്യൂട്ടൺ. ന്യൂട്ടൺ. അപ്പൊ ന്യൂട്ടൺ ആണ് വെയിറ്റിന്റെ യൂണിറ്റ്. ന്യൂട്ടൺ. ക്ലിയർ ആയോ? അപ്പോ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടൺ. എങ്ങനെ ന്യൂട്ടൺ വന്ന്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സ് ആണ്. അപ്പൊ ന്യൂട്ടൺ ആയാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റൊരു രസകരമായ ഒരു യൂണിറ്റ് കൂടി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ യൂണിറ്റിന്റെ പേരാണ് കിലോഗ്രാം വെയിറ്റ്. കിലോഗ്രാം വെയിറ്റ്, kgWT. ഇതാണ് വെയിറ്റിന്റെ ശരിക്കുള്ള യൂണിറ്റ്. ഇത് അല്ലെങ്കിൽ ന്യൂട്ടൺ. ഇങ്ങനെ പഠിക്കട്ടോ. ചോദിക്കാറുണ്ട്, നിങ്ങൾ എക്സാമിൽ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയിറ്റ്. ഒന്നാമത്തെ ഡിഫറൻസ് എന്താ? മാസ് എന്ന് പറഞ്ഞാൽ എമൗണ്ട് ഓഫ് മാറ്റർ ആണ്. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, താഴത്തേക്ക് പിടിച്ചു വലിക്കുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. രണ്ടാമത്തെ ഡിഫറൻസ് ഇവരെ യൂണിറ്റുകളാണ്. കിലോഗ്രാം, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. വെയിറ്റിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം വെയിറ്റ് ഓർ ന്യൂട്ടൺ ആണ്. ഇക്കാര്യം ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മക്കളെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ആർക്കൊരു ഡൗട്ടും ഇല്ല? ഇല്ല, ഉറപ്പാണോ? അതിനെങ്കിലും റിപ്ലൈ കൊണ്ട മക്കളെ. ഡൗട്ട് ഉണ്ടോ? ഇല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻസ് ഒക്കെ നോക്കാം. ഓക്കെ, തൊട്ട് താഴെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, weight of a body is the force with which the earth attracts the body towards its center. ഇപ്പം തന്നെ പഠിച്ചാല് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണത് കേട്ടോ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് വെയിറ്റ് ഓഫ് ദ ബോഡി എന്താണെന്ന്. അപ്പൊ ഇതാണ് അത്. ഒന്നിപ്പം തന്നെ മനസ്സിലാക്കി വായിച്ചാല്, ഇപ്പം തന്നെ പഠിച്ചാല്, നാളത്തേക്ക് വെക്കണ്ട. ഇപ്പം തന്നെ പഠിച്ചാല് എക്സാമിന് വരുന്നതാണ്. ഒന്ന് വായിച്ചു നോക്ക്. ഓക്കെ,
പഠിച്ചല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. രണ്ട് ഡിഫറൻസ്, ഒരു പോയിന്റും കൂടി പറയാം. അളക്കാൻ ഈ രണ്ട് ഡിവൈസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇവിടെ രണ്ട് ഡിവൈസ് ഉണ്ട്. ഇതാ ഒന്നാമത്തെ ഡിവൈസ് ഇത് കോമൺ ബാലൻസ്, രണ്ടാമത്തെ ഡിവൈസ് സ്പ്രിംഗ് ബാലൻസ്. ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടോ? രണ്ടുപേര് കണ്ടിട്ടുണ്ട് അല്ലെ? ഇത് രണ്ടും ഒരേ കാര്യത്തിനല്ല ഉപയോഗിക്കുന്നത്, രണ്ടും രണ്ട് കാര്യത്തിനാണ് ഉപയോഗിക്കുന്നത്. അതിൽ കോമൺ ബാലൻസ് ഇപ്പൊ അങ്ങനെ കാണാറില്ല. കോമൺ ബാലൻസ് ഉപയോഗിച്ചാൽ നമുക്ക് വെയിറ്റ് കാണാൻ പറ്റും. കോമൺ ബാലൻസ് ഉപയോഗിച്ചാൽ നമുക്ക് മാസ് കാണാൻ പറ്റും. കോമൺ ബാലൻസ് ഉപയോഗിച്ചിട്ട് ഒരു ഒബ്ജക്റ്റിന്റെ മാസ് കാണാൻ പറ്റും. സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് വെയിറ്റ് മെഷർ ചെയ്യാൻ പറ്റും. കാര്യങ്ങൾ ക്ലിയർ ആയോ? ക്ലിയർ ആണ്. അപ്പോൾ ഡിഫറൻസ് മൊത്തം നമ്മൾ പഠിച്ച ഡിഫറൻസ് ക്ലാസിഫൈ ചെയ്യാണ് സാറ്. രണ്ടും വേറെ വേറെ ക്ലാസിഫൈ ചെയ്യാം. വേണമെങ്കിൽ ഇപ്പം തന്നെ വേണമെങ്കിൽ എഴുതി എടുത്തോളൂ, നിങ്ങളുടെ ഇഷ്ടമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമായിട്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്ലാസിഫിക്കേഷൻ. എക്സാമിന് എല്ലാ കൊല്ലം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ക്വസ്റ്റ്യൻ എന്താ? what is the difference between mass and weight? എന്തൊക്കെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു നോക്ക്. എന്തൊക്കെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു നോക്ക്. കിട്ടണ്ടോ നോക്കാലോ. മാസ് അപ്പുറത്ത് വെയിറ്റ്. ടേബിൾ ആയിട്ട് വേണം അപ്പം തന്നെ എഴുതിക്കോളൂ കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ എവിടെയെങ്കിലും സൈഡിൽ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. മാസും ഇവിടെ ഉള്ളത് വെയിറ്റും. ഓക്കെ, ഫസ്റ്റ് അതിന്റെ ഡെഫിനേഷൻ തന്നെ. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ. വെയിറ്റ് എന്ന് പറഞ്ഞാലോ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ? ഇങ്ങോട്ട് താഴത്തേക്കല്ല, നമുക്ക് ഡൗൺവേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഡൗൺവേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് വെയിറ്റ്. ഓക്കെ, മാസിന്റെ യൂണിറ്റ് ഏതാ? യൂണിറ്റ് ഏതാ? മാസിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞേ, യൂണിറ്റ് ഏതാ? കിലോഗ്രാം. കിലോഗ്രാം അല്ലേ നമ്മൾ പറഞ്ഞു. വെയിറ്റിൻ്റെതോ രണ്ട് യൂണിറ്റുകളുണ്ട്. ഒന്നാമത്തത് ന്യൂട്ടൺ, ഓർ മറ്റേ യൂണിറ്റിന്റെ പേരെന്താ? കിലോഗ്രാം വെയിറ്റ്. kgWT, കിലോഗ്രാം വെയിറ്റ്. ഓക്കെ ആണോ? ഒരു ഡിഫറൻസ് കൂടി ഉണ്ട്. അത് അവരെ അളക്കുന്ന ഡിവൈസുകൾ വെച്ചിട്ട്, ഡിവൈസ് വെച്ചിട്ട്. ഓക്കെ, അവരെ അളക്കുന്ന ഡിവൈസുകൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവരെ ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഏതായിരുന്നു? എന്താന്നൊരു ഡിഫറൻസ് കൂടി സാറാ ടൈപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, മനസ്സിലായിട്ട് വിചാരിക്കുന്നു. ഒരു ഡിഫറൻസ് കൂടി ഉണ്ടായിരുന്നു. മാസ് അളക്കുന്നത് ഏതാ? കോമൺ ബാലൻസ്. മറ്റേതോ വെയിറ്റ് അളക്കുന്നത് സ്പ്രിംഗ് ബാലൻസ്. ഇവരാണ് ഇതിന്റെ ഡിഫറൻസ്. ടൈപ്പ് ചെയ്ത് തരാം. യൂണിറ്റ് ഏതായിരുന്നു? യൂണിറ്റ് മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, നേരത്തെ ടൈപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഇവിടെ യൂണിറ്റ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു, ന്യൂട്ടൺ ഓർ kgWT. സ്മോൾ ലെറ്റർ ആണ്, സ്മോൾ ലെറ്ററിലാട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഡെഫിനേഷനും കൂടി ഉണ്ടായിരുന്നു, എമൗണ്ട് ഓഫ് മാറ്റർ, അതാണ് മാസ്. ഇവിടെ ഡൗൺവേർഡ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്.
ഓക്കെ ആണോ? അപ്പൊ ഇതാണ് മാസ്, മറ്റേതാണ് വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കി നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാം. ഇതുവരെയാണ് ഇതിന്റെ ഡിഫറൻസ്. ചോദിക്കാറുണ്ട് കേട്ടോ, നിങ്ങളെ എക്സാമിന് സ്ഥിരമായിട്ട് 2 മാർക്ക് 3 മാർക്കിന് ഇത് ചോദിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗം കേട്ടോ, ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഭാഗം. അപ്പൊ ഇനി മുതൽ ആലോചിക്കുക, മാസും കിലോഗ്രാമും മാസും വെയിറ്റും ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതികളാണ്. ശരി, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പം പറഞ്ഞൊരു ഡൗട്ട് ഉണ്ട്, ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം, നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാർ 3 ചാപ്റ്റർ അല്ലേ സബ്മിഷൻ വെക്കേണ്ടി? 3 ചാപ്റ്റേഴ്സ്, 3 ചാപ്റ്റേഴ്സ് കേട്ടോ. ഈ ചാപ്റ്റർ വേണ്ട, ഈ ചാപ്റ്റർ എഴുതുന്നവർ എഴുതിക്കോളൂ, അല്ലാത്തവർ വേണ്ട, നിർബന്ധമില്ല. 3 ചാപ്റ്റർ എഴുതിയാൽ മതി, ഇത് നിർബന്ധമില്ല. എഴുതിയവർ എഴുതിക്കോളൂ, ഓൾറെഡി നോട്ട് പോലെ എഴുതുന്നവർ എഴുതിക്കോളൂ കേട്ടോ. സാറ് ആരുടെയും കംപ്ലീറ്റ് ആയ നോട്ട്സ് ഒന്ന് ഗ്രൂപ്പിൽ ഇടാൻ. എന്താണെടാ, എനിക്ക് സ്വന്തമായിട്ട് നോട്ടൊന്നും ഇല്ല, എത്രയും കാലം ക്ലാസ് എടുത്തിട്ട്. കംപ്ലീറ്റ് ആയി കുറെ ആൾക്കാരുണ്ട്, അതൊന്ന് ചോദിച്ചു നോക്ക് കേട്ടോ. അപ്പൊ എല്ലാം നോക്കി എഴുതാൻ പറ്റുമോ? സ്വന്തമായിട്ട് ഒന്ന് ടെക്സ്റ്റ് ബുക്ക് നോക്കി നോട്ട് എഴുതിക്കൂടെ? നമ്മൾ എടുത്ത ടോപ്പിക്കിന്റെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ, ഓർഡറിൽ എഴുതിയാൽ മതി. നമ്മൾ എടുത്ത കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പോന്നാൽ മതി. ഓക്കെ, കുറെ പേര് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുറച്ച് മടിയന്മാരും മടിയച്ചുകളും ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. എന്തായാലും കംപ്ലീറ്റ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ശരി, എന്നാല് നമുക്ക് അടുത്ത ക്ലാസ് കാണാം കേട്ടോ. ശരി, നമുക്ക് അടുത്ത ക്ലാസ് ICT ഉണ്ട് കേട്ടോ, അതാരും മിസ്സാക്കരുത്. ICT നിർബന്ധമായിട്ടും കയറണം. ശരി, താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.